അതിവേഗം നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നഗരസഭകൾക്ക് അതിനനുസൃതമായി പ്രവർത്തിക്കാനുള്ള ഫണ്ടുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വലിയൊരു പ്രശ്നം. ഇവിടെ സൂചിപ്പിച്ചു ആസൂത്രിത നഗര വികസനം വേണം. സർ, 2015 പുതുതായി രൂപീകരിക്കപ്പെട്ട നഗരസഭകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വികസിപ്പിക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ടായില്ല സർ. ഇപ്പോൾ ഒരു നഗരസഭയാകുമ്പോൾ സ്റ്റേഡിയം, ടൗൺ ഹാള്, ഓഫീസ് സമുച്ചയം, പാർക്ക്, പാർപ്പിടം ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. ഗവൺമെൻറ് ലാൻഡ് പോലും ഇത്തരം നഗരസഭകൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. ജയിലിന് ചോദിച്ചപ്പോൾ വെറുതെ കിടക്കുന്ന ഭൂമി ജയിലിന് കൊടുത്തു. മണ്ണാർക്കാട് നഗരസഭ ചോദിച്ചപ്പോൾ ആ ഭൂമി ഇതുവരെ കൊടുത്തിട്ടില്ല. സർ, ഇത്തരം നഗരസഭകളെ ഈ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ, നഗരവൽക്കരണത്തിന് അനുസൃതമായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാൻ ഗവൺമെൻറ് പ്രത്യേക പദ്ധതി തയ്യാറാക്കുമോ? അങ്ങനെ തയ്യാറാക്കുമ്പോൾ മണ്ണാർക്കാട് നഗരസഭയെയും അതിൽ ഉൾപ്പെടുത്തുമോ? മിനിസ്റ്റർ പ്ലീസ്. സർ, മണ്ണാർക്കാട്ടെ ഏതൊരു പ്രത്യേക പ്രശ്നം വെച്ചിട്ട് അദ്ദേഹം സാമാന്യവൽക്കരിക്കുകയാണ് ചെയ്തത്. അത് വസ്തുതാപരമല്ല. ഭൂമിയുടെ കാര്യത്തിലുള്ള കേരളത്തിൽ ഏറ്റവും ദൗർലഭ്യമുള്ളൊരു വിഭവം, സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് ഭൂമിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഭൂമി ലഭ്യതയ്ക്കനുസരിച്ചല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞ പ്രശ്നം ഏതാണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. ലഭ്യതയ്ക്കനുസരിച്ച് ഭൂമി നൽകാനാവൂ. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതിനുള്ള ഉത്തരം വിശദീകരിച്ചതാണ്.